വെൽക്കം ടു ദ AWS ട്യൂട്ടോറിയൽ. അപ്പം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ EC2 ഇൻസ്റ്റൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ വിൻഡോസ് ഇൻസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ RDP ക്ലയൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വിൻഡോസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ലിനക്സ് ഇൻസ്റ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന വിൻഡോസും ലിനക്സും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന പ്രോസസ്സാണ്. അതിനുശേഷം കണക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. വിൻഡോസിൻ്റെ കേസിൽ നമ്മൾ RDP ക്ലയൻറ്റ് വെച്ചിട്ടായിരുന്നു നമ്മൾ കണക്ട് ചെയ്തിരുന്നത് അല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു RDP ഫയലെല്ലാം നമ്മൾ വന്നു, എന്നിട്ട് RDP ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. ഈ ലിനക്സിൻ്റെ കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മൾ SSH വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് നോക്കി വെക്കാം. അപ്പം നമ്മൾ AWSൻ്റെ കൺസോളിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ അഡ്മിൻ പ്രിവിലേജ് ഇരിക്കുന്ന യൂസർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇൻസ്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെ അകത്തേക്ക് സെയിം നമ്മൾ വിൻഡോസ് ചെയ്തതുപോലെ തന്നെ സെയിം ആണ്. ഇവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജിലെത്തും. ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന പേജിലെത്തും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു പേര് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വിൻഡോസിൻ്റെ അകത്ത് ചെയ്തത് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. 001 എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേര് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ ആമസോൺ ലിനക്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യണം. അതിനുശേഷം ആമസോൺ ലിനക്സ് 2023 AMI എന്ന് പറയുന്ന ഡിഫോൾട്ട് ആയിട്ട് വരുന്ന സാധനം തന്നെ ചൂസ് ചെയ്യുന്നു. അത് ഫ്രീ ടയർ എലിജിബിൾ ആണ്. നമ്മൾ ആമസോണിൻ്റെ അകത്ത് തന്നെ പല പല സാധനങ്ങളും കാണാൻ പറ്റും. പക്ഷേ എല്ലാ ആമീസും നമ്മളുടെ ഫ്രീ ടയർ എലിജിബിൾ അല്ല. അപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്ന ആമസോൺ ലിനക്സ് 2023 എന്ന് പറയുന്ന ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടിരിക്കുന്ന ആമിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന അത് എന്താണോ അതൊന്ന് നിങ്ങളൊന്ന് ചൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫ്രീ ടയർ എലിജിബിൾ ആണ് എന്നുള്ളതൊന്ന് എൻഷുർ ചെയ്താൽ മതി. ഇത് X64 ബിറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്ത് പോകുന്നു. അവിടെയൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് ടൈപ്പിൻ്റെ അകത്തും ഓൾറെഡി ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. T2.micro എന്ന് പറയുന്നത്. അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഇവിടെ ഒന്നും ഡിഫറൻസ് ഇല്ല. ഇനി നമ്മൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു കീ വാല്യൂ പെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മളുടെ ലിനക്സുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ക്രെഡൻഷ്യൽ പോലെ ഇരിക്കുന്ന ഒരു കീ വാല്യൂ പെയർ, ഒരു പ്രൈവറ്റ് പബ്ലിക് സർട്ടിഫിക്കറ്റ് വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേര് കൊടുക്കണേ. ഒബ്സർവർ 001 കീ പെയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇതേപടി തന്നെ കീപ്പ് ചെയ്യാം. PM തന്നെ RSA എന്ന് പറയുന്ന സാധനം, എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പുതിയ സാധനം ഇവിടെ വന്നിട്ടുണ്ടാവും. കീ വാല്യൂ പെയർ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ആ PM ഫയൽ നമുക്ക് ആവശ്യമുണ്ട്. അതൊന്ന് അവിടെ ഒന്ന് എടുത്തു വെക്കണേ. ഓക്കെ, അതിനുശേഷം നമുക്ക് നെറ്റ്വർക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് യാതൊരുവിധ ചേഞ്ചസും ഇല്ല. ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, പുതിയതായിട്ടിരിക്കുന്ന ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് അവൻ ക്രിയേറ്റ് ചെയ്തിടും. ലോഞ്ച് വിസാർഡ് 3 എന്ന് പറയുന്ന സാധനം, അതൊക്കെ നിങ്ങൾക്ക് അതേപടി തന്നെ ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്താണ് എന്നുള്ളതും VPC എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇപ്പം ജസ്റ്റ് ഒന്ന് അതേപടി തന്നെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. അലോ SSH ട്രാഫിക് ഫ്രം എനിവെയർ എന്നുള്ളതാണ്. നമ്മൾ SSH ട്രാഫിക് എല്ലാ സ്ഥലത്തുനിന്നും അലോ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ചെക്ക് ബോക്സ് വേണം. എന്നാലേ നമുക്ക് SSH വഴി നമുക്ക് നമ്മളുടെ ഇൻസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വിൻഡോസ് ക്രിയേറ്റ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 സാധനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നില്ല. കാരണം നമ്മൾ വിൻഡോസിൻ്റെ അകത്ത് നമുക്ക് വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. HTTP ട്രാഫിക്കും HTTPS ട്രാഫിക്കൊക്കെ നമുക്ക് വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്താണല്ലോ മെയിനായിട്ട് വേണ്ടി വരുന്നത്. അപ്പം ഈ കേസിൽ നമ്മൾ ലിനക്സ്, ഈ വീഡിയോയിൽ നമ്മൾ ലിനക്സ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, എന്നിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ ഈ സെയിം ഇൻസ്റ്റൻസ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യാനും കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അലോ HTTP ട്രാഫിക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനും കൂടി ഒന്ന് ചൂസ് ചെയ്ത് വെച്ചേക്കാം. SSHുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണ്ടേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വെബ് സെർവർ ഈ ഇൻസ്റ്റൻസ് വച്ചിട്ട് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ്, അതിൻ്റെ അകത്ത് വെബ് സെർവർ ഉണ്ടാകുമ്പോൾ എന്തായാലും അത് HTTP കണക്ഷൻ ആണല്ലോ അല്ലേ. അതുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെക്ക് ബോക്സും കൂടി കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ EBS വോളിയമാണ്. നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടാവും. വിൻഡോസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു 30 GB ഒക്കെ ആയിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു 8 GB ആണ്. ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നത് ഒരു 8 GB ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഹെവി വെയിറ്റ് ആണ് ആ OS ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ആമി വെച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഫയൽസ് കുറച്ചും കൂടെ ഹാർഡ് ഡിസ്കിൽ സ്പേസ് OSന് എടുക്കും. പക്ഷേ ലിനക്സ് എന്ന് പറയുന്നത് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണല്ലോ. അതുകൊണ്ട് അവൻ 8 GB മതി. അതുകൊണ്ടാണ് അവൻ 8 GB
സ്പീഡിൽ തന്നെ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തുകൊണ്ടും അതുകൊണ്ടാണ് അവൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് 8 GB ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 30 GB ആണ് നമുക്ക് ടോട്ടൽ EBS വോളിയം ഫ്രീ ടയറിൽ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ അങ്ങനെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവിടെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ആകെ ഒരു ചേഞ്ച് വരുത്തിയെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അലോ HTTP എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് കൊടുത്തു. അത് കാരണം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യുന്നു എന്ന റീസൺ കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ ചെക്ക് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട. അഡ്വാൻസ് സെറ്റിംഗ്സിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും നിങ്ങളിപ്പം ടേക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു വരാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇവിടെ ഒന്നും ഞാൻ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന ഈ സാധനം കൊടുക്കാം. അപ്പം അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് AWS ക്ലൗഡിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിർച്വൽ കമ്പ്യൂട്ടർ അവൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം സെയിം ആയിട്ട് നമ്മൾ വിൻഡോസ് ക്രിയേറ്റ് ചെയ്ത സമയത്തും ലിനക്സ് ക്രിയേറ്റ് ചെയ്ത സമയത്തും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് അല്ലേ. ഇനി ഡിഫറൻസ് വരാൻ പോകുന്നത്, നമ്മൾ ഇൻസ്റ്റൻസിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ടല്ലോ അല്ലേ, മുകളിലൊരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേജ് ഒന്ന് റിഫ്രഷ് ആയിട്ട് വരും. റിഫ്രഷ് ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ട് നമ്മളുടെ പുതിയ ലിനക്സിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലിനക്സ് ഇരിക്കുന്ന EC2 ഇൻസ്റ്റൻസ്, അതായത് വിർച്വൽ കമ്പ്യൂട്ടറുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓപ്പറേഷൻ ചെയ്യണം അല്ലേ. നമ്മൾ ഇവിടെയാണ് വിൻഡോസും ലിനക്സും തമ്മിലിരിക്കുന്ന ഒരു ഡിഫറൻസ് വരുന്നത്. വിൻഡോസ് നോർമലി RTP ക്ലയൻറ്റ് പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പക്ഷേ നോർമലി ലിനക്സ് കണക്ട് ചെയ്യുന്നത് SSH പോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിനക്സ് EC2 ഇൻസ്റ്റൻസുമായിട്ട് SSH എന്ന് പറയുന്ന യൂട്ടിലിറ്റി വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പം SSH എന്ന് പറയുന്ന സാധനം കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. ഞാൻ വിൻഡോസ് മെഷീൻ്റെ അകത്ത് നിന്നാണ് ലിനക്സിലോട്ട് കണക്ട് ചെയ്യുക. ഇത് വിൻഡോസ് മെഷീനാണ്, അതുകൊണ്ട് ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ SSH ഉണ്ടോ, വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SSH എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെയൊരു ഔട്ട്പുട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് SSH എന്ന് പറയുന്നത് പ്രോപ്പർലി വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ നമ്മളുടെ ഇൻസ്റ്റൻസുമായിട്ടൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിതൊന്ന് വലുതാക്കേ. ഓക്കെ. കണക്ട് ചെയ്യാൻ നമുക്ക് വേണ്ടത് SSH എന്ന് പറയുന്ന കമാൻഡ്, അത് കഴിഞ്ഞിട്ട് -i എന്ന് പറയുന്ന ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ക്രെഡൻഷ്യൽ വേണം അല്ലേ. നമുക്ക് ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു മെഷീനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനുള്ള നമ്മളുടെ വഴിയാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കീ വാല്യൂ പെയർ എന്ന് പറയുന്ന ആ ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ്. ഒരു PM ഫയൽ നമ്മൾ ഡൗൺലോഡായി വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പം അതൊന്ന് നമുക്കൊന്ന് എടുക്കണം. നമ്മളുടെ PM ഫയൽ ഇതാണ് അല്ലേ. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന PM ഫയലാണ്. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ കീ വാല്യൂ പെയർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരു ഫയൽ ഡൗൺലോഡായി വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അതാണ് ഈ ഫയൽ. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫയലിൻ്റെ പാത്താണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾ വിൻഡോസ് മെഷീനിലാണെങ്കിൽ ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം റൈറ്റ് ക്ലിക്ക് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ആസ് പാത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷൻ വരും. അപ്പം നമ്മൾ അതിൻ്റെ പാത്ത് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ആ ഫയലിൻ്റെ പാത്ത് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് മാത്രമാണ്. ഓക്കെ. അതാണ് നമ്മൾ അടുത്ത ഓപ്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഫയൽ അവിടെ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ യൂസർ നെയിമും പിന്നെ IP അഡ്രസ്സുമാണ് അല്ലേ. നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറുമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ IP അഡ്രസ്സ് യൂസ് ചെയ്യുകയാണല്ലോ അല്ലേ ചെയ്യുന്നത്. നോർമൽ ഇൻ്റർനെറ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു നോളജാണ്. ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു നോളജ് മിസ്സിങ് ആണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് എങ്ങനെ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കണേ. നമ്മൾ നോർമലി ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്നത് ഒരു IP അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറിനും ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിർച്വൽ കമ്പ്യൂട്ടറിനും നമുക്കൊരു IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് വഴി ഓവർ ദ ഇൻ്റർനെറ്റ് ആണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിർച്വൽ കമ്പ്യൂട്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിർച്വൽ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് എവിടെയാണ്? AWSൻ്റെ ഡാറ്റാ സെൻറ്ററിലാണ്. അത് ഓവർ ദ ഇൻ്റർനെറ്റ് ആണ് നമ്മൾ ഇപ്പം ആ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു കമ്പ്യൂട്ടർ
ഇപ്പം നമ്മൾ മെയിൽ അഡ്രസ്സൊക്കെ ഉള്ളതുപോലെ ഏതൊരു കമ്പ്യൂട്ടറിനും ഇതേപോലെ ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ആ IP അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കമ്പ്യൂട്ടറിലോട്ട് പോകൂ എന്ന് നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന EC2 ഇൻസ്റ്റൻസിൻ്റെ IP അഡ്രസ്സാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന EC2 ഇൻസ്റ്റൻസ് ഏതാണോ അത് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിയിൽ വരും. ആ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഇവിടെ പബ്ലിക് IPv4 അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. പ്രൈവറ്റ് IPv4 അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ഇത് AWSൻ്റെ അകത്ത് തന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഓവർ ദ ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യത്തില്ല, പ്രൈവറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം അതെന്താണ് എന്നുള്ളത്. ഇപ്പം നിങ്ങൾ കോപ്പി ചെയ്യേണ്ടത് പബ്ലിക് IPv4 അഡ്രസ്സാണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. പ്രൈവറ്റ് IPv4 അഡ്രസ്സ് കോപ്പി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. കോപ്പി ചെയ്യേണ്ടത് പബ്ലിക് ആണ്. ഓക്കെ, ഇവിടെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഒരു സ്ക്വയർ കാണുന്നുണ്ടല്ലോ അല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ അത് കോപ്പിയായി വരും. ഓക്കെ, ഇനി നമുക്ക് ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളുടെ SSHൻ്റെ അകത്തേക്ക് തിരിച്ചു വരണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് IP അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ ഏതൊരു കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ നെയിം വേണമല്ലോ അല്ലേ. അപ്പം നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ PM കൊടുത്തു, അതായത് പാസ്വേഡ് ഒന്നും വേണമെന്നില്ല. പക്ഷേ യൂസർ ഏതാണ് എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ വിൻഡോസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ബൈ ഡിഫോൾട്ട് ആയിട്ട് AWS തന്നെ നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് വന്നിരുന്നു അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വിൻഡോസിൻ്റെ ആമിക്കകത്ത് ഒരു ബൈ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന ഒരു യൂസർ നെയിം ഓൾറെഡി കോൺഫിഗേർഡ് ആയിരുന്നു. അതെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന യൂസർ ആയിരുന്നു അല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, RDP ക്ലയൻറ്റ് എടുത്തിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന യൂസർ നെയിം കൊടുത്തിട്ടാണല്ലോ അല്ലേ ലോഗിൻ ചെയ്തത്. പക്ഷെങ്കിൽ ലിനക്സിൻ്റെ കേസിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ അല്ല, പകരം EC2-user എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന യൂസറാണ്. അപ്പം ഇത് ലിനക്സിൻ്റെ പല ഡിസ്ട്രിബ്യൂഷനും ഓരോരോ യൂസർ നെയിംസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നമ്മളുടെ AWSൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഡോക്യുമെൻറ്റേഷനിൽ തന്നെ അവർ ഓരോരോ യൂസർ നെയിമിൻ്റെ കേസിലും ഓരോരോ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലും എന്തായിരിക്കും ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ആ EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ AWS നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന യൂസർ ഏതാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബൈ ഡിഫോൾട്ടായിട്ട് യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവൻ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്, ആമസോൺ ലിനക്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആമി വെച്ചിട്ടിരിക്കുന്ന ഒരു ലിനക്സ് ഇൻസ്റ്റൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് EC2 യൂസറാണ്. അപ്പം ഈ EC2 യൂസറാണ് നമ്മൾ അവിടെ SSHൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇടണം. എന്നിട്ട് നേരത്തെ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്ന പബ്ലിക് IPv4 അഡ്രസ്സ്, ഓക്കെ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെ നിന്ന് കോപ്പി ചെയ്തിരിക്കുന്ന സാധനം അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെയാണ്. SSH എന്ന് പറയുന്ന കമാൻഡ്, I എന്ന് പറയുന്ന ഓപ്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കീ വാല്യൂ പെയർ PM ഫയൽ, ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന PM ഫയൽ, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഡിഫോൾട്ട് ആയിട്ടിരിക്കുന്ന യൂസർ നെയിം അത് കഴിഞ്ഞിട്ട് പബ്ലിക് IPv4 അഡ്രസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ചോദിക്കും. അത് യെസ് കൊടുക്കുക. നമ്മുടെ തന്നെ ഇൻസ്റ്റൻസ് ആണ്, ഓക്കെ ആണ്, യെസ് കൊടുക്കാം. യെസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പ്രോപ്പർലി നമ്മളുടെ ലിനക്സുമായിട്ട് അവൻ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഫോൾഡർ എന്നങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പ്രോപ്പറായിട്ടാണോ എന്നുള്ളത്. നമ്മളൊരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് LS കമാൻഡ് അടിക്കുന്നു, പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ ലിനക്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പ്രോപ്പർലി കണക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തിരിക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ലിനക്സിൻ്റെ ഒരു EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണക്ട് ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യും. നമ്മൾ വിൻഡോസ് ക്രിയേറ്റ് ചെയ്തതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്യും. ഇനി നമുക്ക് ലിനക്സിൻ്റെ അകത്ത് എന്ത് ഓപ്പറേഷൻസ് വേണമെങ്കിലും ചെയ്യാം. അപ്പം നമ്മൾ ഈ ഇൻസ്റ്റൻസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട, അതവിടെ തന്നെ നിന്നോട്ടെ. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് തന്നെ അടുത്ത വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടിരിക്കുന്ന ഒരു വെബ് സെർവർ ഹോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് നിന്ന് ഓവർ ദ ഇൻ്റർനെറ്റ് ആ വെബ് സെർവർ ഒന്ന് ആക്സസ് ചെയ്യുന്ന ഒരു കുഞ്ഞ് ഹാൻഡ്സ് ഓൺ കൂടി നമുക്കൊന്ന് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുകൊണ്ട് ഈ ഇൻസ്റ്റൻസ് തന്നെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടായിരുന്നു നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പിൻ്റെ അകത്ത് HTTP എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ചെക്ക് ചെയ്തത്. ലിനക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്ത് വെക്കണേ. കാരണം നമ്മൾ അടുത്തതിൽ വെബ് സെർവർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്.
അപ്പം ഈ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ലിനക്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണേ. നമ്മൾ ചെയ്ത് മാത്രമേ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടി. നമ്മളിപ്പോൾ പുതിയതായിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മളൊരു വിൻഡോസിൻ്റെ ഇൻസ്റ്റൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീ ടയറിന് ഒരു ലിമിറ്റ് ഉണ്ട്. 750 മണിക്കൂർ മാത്രമേ ഓടത്തുള്ളൂ. അപ്പം നിങ്ങളിത് റണ്ണിങ് ആണെങ്കിൽ നിങ്ങൾ 2 ഇൻസ്റ്റൻസ് ഒക്കെ ഒരേ സമയത്ത് നിങ്ങൾ റൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ എക്സോസ്റ്റ് ആവും. അതായത് ഫ്രീ ടയറിൻ്റെ ലിമിറ്റ് എക്സോസ്റ്റ് ആവും. നിങ്ങൾക്ക് ബില്ല് വരും, കാശ് പോകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ളത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോസിൻ്റെ ഇൻസ്റ്റൻസ് നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്താലും മതി. ഞാൻ വേറൊരു ഇതിലോട്ട് പോയിരിക്കുകയാണ്, റീജിയനിലോട്ട് പോയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലിനക്സിൻ്റെ ഇൻസ്റ്റൻസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലേ, അത് അവിടെ തന്നെ നിന്നോട്ടെ. കാരണം അതിൻ്റെ അകത്താണ് നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മളൊരു വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ. പക്ഷേ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു കാര്യം വെച്ചാൽ സ്റ്റോപ്പ് ചെയ്താൽ മതി. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസിൻ്റെ പൈസയൊന്നും ആവത്തില്ല. ഇവിടെ സ്റ്റോപ്പ് ഇടുന്നതാണ് അല്ലേ. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇൻസ്റ്റൻസ് ഷട്ട് ഡൗൺ ആണ്. അതായത് ഇപ്പം അത് റണ്ണിങ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഇൻസ്റ്റൻസിൻ്റെ പൈസ ആവത്തില്ല, പക്ഷെ സ്റ്റിൽ ഒരു പൈസയാവും. അതെന്ന് പറയുന്നത് EBS വോളിയത്തിൻ്റെ പൈസയാണ്. അതായത് EBS വോളിയം, അതായത് സ്റ്റോറേജ്. EBS വോളിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ടേമിലോട്ട് വരാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളത് ടെർമിനോളജീസ് എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്താണ്. അപ്പം EBS വോളിയത്തിന് നമുക്ക് ഫ്രീ ടയറിൻ്റെ അകത്ത് നമുക്ക് 30 GB ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റ് ടൈം നമ്മൾ വിൻഡോസിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കിയ സമയത്ത് വിൻഡോസ് കുറച്ചും കൂടെ ഹെവി വൈറ്റ് ആയതുകൊണ്ട് നമ്മൾ 30 GB കൊടുത്തിട്ടായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുക അല്ലേ. അപ്പം ആ 30 GB, ഈ 8 GB, ഇപ്പം നമ്മൾ ലിനക്സ് ക്രിയേറ്റ് ചെയ്ത 8 GB, അതെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ എക്സോസ്റ്റ് ആയി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാസത്തിൽ എക്സോസ്റ്റ് ആയി പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിൻഡോസിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അത് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ടെർമിനേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത് പോലെ തന്നെ നമ്മളുടെ EC2 ഇൻസ്റ്റൻസ് ഓൺ ആക്കാനുള്ള കമാൻഡാണ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നത് പോലെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു EBS വോളിയം ഉണ്ടല്ലോ അല്ലേ, സ്റ്റോറേജ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്തിരിക്കുന്ന കണ്ടന്റ് ഒന്നും പോകത്തില്ല. കണ്ടന്റ് പോകാൻ പാടില്ല അല്ലേ. കാരണം അടുത്ത വട്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ പ്രീവിയസ് ടൈം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കണ്ടന്റ്സ് അവിടെ തന്നെ വേണം അല്ലേ. ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറേജ് അവിടെ തന്നെ വേണം. അതുകൊണ്ട് അവൻ EBS വോളിയം ഒന്നും ചെയ്യത്തില്ല, അത് അവനവിടെ കീപ്പ് ചെയ്യും. കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കാശാവുന്നത്. ഓക്കെ. അപ്പം നമുക്ക് കീപ്പ് ചെയ്യേണ്ട, കംപ്ലീറ്റ്ലി നമുക്ക് ഇൻസ്റ്റൻസ് തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ, നോർമൽ കമ്പ്യൂട്ടറിൻ്റെ, നമ്മുടെ റിയൽ ലൈഫിൻ്റെ അകത്തിരിക്കുന്ന സാധനം നോക്കുകയാണെങ്കിൽ, നിങ്ങൾ കമ്പ്യൂട്ടർ വിറ്റ് കളയുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, നിങ്ങൾ എല്ലാം വിറ്റ് കളയാണ്. നിങ്ങൾ സ്റ്റോറേജ് എന്തെങ്കിലും ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോവുക, എല്ലാം പോകും. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോറേജ് ഒന്നും പോകത്തില്ല, അത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ഷട്ട് ഡൗൺ നമ്മൾ നോർമലി കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഷട്ട് ഡൗൺ ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റോറേജ് ഒക്കെ അവിടെ തന്നെ കിടക്കുമല്ലോ അല്ലേ. അതേപോലെ തന്നെ പക്ഷേങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കംപ്ലീറ്റ്ലി നമ്മളുടെ ലാപ്ടോപ്പ് വിറ്റ് കളയുന്നത് പോലെയുള്ള ഒരു ഓപ്ഷനാണ്. കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയാൻ. ഇനി ഇത് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന സാധനമെല്ലാം ലോസ്റ്റ് ആവുക എന്ന് പറയുന്നതാണ്. അപ്പം നമുക്കിവിടെ ആവശ്യമില്ല, വിൻഡോസിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന EC2 ഇൻസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ. ഇങ്ങനെ ഒരു സാധനം വരും. ഈ EBS ബാക്കെൻഡിൻ്റെ ഡിഫോൾട്ട് ആക്ഷൻ ഫോർ ദ EBS വോളിയം ഫോർ ഡിലീറ്റഡ് ദ ഇൻസ്റ്റൻസ് ഈസ് ടെർമിനേറ്റഡ് എന്ന് പറയുന്ന, അതായത് EBS വോളിയം ഡിലീറ്റ് ആവും എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് സ്റ്റോറേജ് ഓൺ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നതാണല്ലോ അല്ലേ. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി കളയുകയാണ്, നമ്മളുടെ കമ്പ്യൂട്ടർ കളയാണ്. അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന എന്തൊരു ഫയലും സ്റ്റോറേജിൻ്റെ അകത്ത്, ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ അകത്ത് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാലും അത് പോകും എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് അവനവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെയാണ് നമുക്ക് അല്ലേ. അതുകൊണ്ട് നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നു. ടെർമിനേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പം അവൻ എല്ലാത്തിലും ഉള്ളതുപോലെ ഇനീഷ്യേറ്റഡ് ടെർമിനേഷൻ എന്നുള്ളതാണ്. അതായത് അവൻ ഷട്ടിങ് ഡൗൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോയിക്കോളും, കുറച്ച് ടൈം എടുക്കും. നിങ്ങളത് അവിടെ വെച്ചിരുന്നാൽ മതി. ടെർമിനേറ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെയാണ്.
ടെർമിനേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻട്രി ഇവിടെ കാണും. എൻട്രി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളും. ഓക്കെ. അത്രമാത്രം ചെയ്തിരുന്നാൽ നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ കംപ്ലീറ്റ്ലി പോയി. ഇനി നമുക്ക് ഒരു ചാർജും ഇല്ല. ഇനി നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ഒരേ ഒരു ഇൻസ്റ്റൻസ് ഇപ്പം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് ലിനക്സിൻ്റെ ഇൻസ്റ്റൻസ് ആണ്. അത് അവിടെ തന്നെ കീപ്പ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് ആ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് ഒരു വെബ് സെർവർ ഹോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.